ഹലോ ഗൈസ്, നിങ്ങളുടെ ഒരുപാട് വ്ളോഗ് കണ്ടിട്ടുണ്ടോ ഞാൻ കോളേജിൽ പോകുന്നതും ഈ റൂമിലിരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് അതേപോലത്തെ ഒരു യൂഷ്വൽ ഒരു ഗെറ്റ് റെഡി അല്ല, ഇത് ലാസ്റ്റ് ഒരു ഗെറ്റ് റെഡിയാണ്. ഞാൻ കോളേജിലേക്ക് യൂണിഫോം ഇട്ടിട്ട് ഒരു സ്റ്റുഡൻ്റ്, ആ കോളേജിലത്തെ ഒരു സ്റ്റുഡൻ്റായിട്ട് പോകുന്ന ഒരു ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് എക്സാം ഉണ്ട്. എക്സാമിന് രാവിലെ പോകണം. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു ഫെയർവെൽ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഈ റെഡി ആവുന്ന ടൈമിലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് കഴിഞ്ഞല്ലോ, ഇനി ഇവിടുന്ന് പോകാമല്ലോ, രക്ഷപ്പെടാമല്ലോ എന്നുള്ളൊരു മൈൻഡ് ഇരുന്നുണ്ടത്. പക്ഷെ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ഞാൻ ഒരുപാട് വട്ടം വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഇപ്പോൾ അതാ ഇതും കൊടുക്കുന്നത്. പക്ഷേ ഈ ടൈമിൽ എനിക്ക് എന്താ അറിയില്ല, ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ട്. കാരണം ഈ റൂം ഞാൻ മിസ് ചെയ്യും, പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെ ഞാൻ മിസ് ചെയ്യും. കാരണം ഈ കോളേജ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും വൈബായിട്ടുള്ളൊരു കോളേജ് അല്ലായിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടില്ല, ഇപ്പോഴും എനിക്കിഷ്ടമല്ല ആ കോളേജ്. അവിടുത്തെ പല പല റൂൾസ് കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ അടിപൊളിയായിരുന്നു. അവരെക്കുറിച്ച് എന്താ പറയുക, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല നല്ല പിള്ളേരായിരുന്നു അവർ. അങ്ങനെ ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് ID കാർഡൊക്കെ ലാസ്റ്റ് ഇടുകയാണ്. ആ ID കാർഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കോളേജിലേക്ക് പോകാൻ ഇങ്ങനെ റെഡി ആവുകയാണ്. ഇപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഈ കോളേജിലേക്ക് ഈ യൂണിഫോം ഇട്ട് വരുന്ന ടൈമിലൊക്കെ ഞാൻ എന്തോരം മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പം ഞാൻ തടിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടോ, നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്ന്. അങ്ങനെ ഞങ്ങൾ മെല്ലെ റൂമിൽ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് നടക്കുക. അപ്പോൾ ഇവളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ, നിൽക്കാനൊക്കെ എല്ലാത്തിനും. ഞങ്ങളപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ പറയായിരുന്നു, എന്തോരം നടന്നിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ നിന്ന് അപ്പാർട്ട്മെൻറ്റ് ഒരുപാട് പോകാണ്ടിരുന്നു, അപ്പം അതിനെക്കുറിച്ചും ഇവിടെ വന്ന് ചേർന്നതും ഒക്കെ പറയുന്നു. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. ലൈബ്രറി പോകാനുണ്ട്, അവിടുന്ന് കുറച്ച് സൈൻ വാങ്ങിക്കാനുണ്ട്, ഓഫീസിൽ പോകാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മേക്കപ്പ് ഇടുകയാണ് ഇവരൊക്കെ. ഇപ്പോഴൊക്കെ എനിക്ക് ഇവരൊക്കെ മിസ് ചെയ്യുക. കാരണം എനിക്ക് ഈ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവരൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. ഞങ്ങളെ ക്ലാസ് ട്യൂട്ടറായിരുന്നു കേട്ടോ. ഇത് പിന്നെ ക്ലീഷേ ഒരു സംഭവമാണല്ലോ, കോളേജ് ലാസ്റ്റ് ഡേ ഇങ്ങനെ കുത്തി വരയ്ക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ. ഈ സംഭവങ്ങളൊന്നും ഞാൻ കട്ട് ചെയ്യാത്തത് കാരണം ഇവരൊക്കെ അടിപൊളി പിള്ളേരായിരുന്നു. ഞങ്ങളെ ക്ലാസ് വൈബാക്കിയത് തന്നെ ഇത്രയും പിള്ളേർ എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചായിരുന്നു. പിന്നെ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു ഫിസ. അപ്പോൾ അവളറിയാതെ അവൾക്കൊരു സർപ്രൈസ് കൊടുത്തതാണ്. ഹലുവയായിരുന്നു, പക്ഷെ ഹലുവ അവൾക്ക് ഇഷ്ടമല്ലല്ലോ, എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ അവളെ വിളിച്ച് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ക്ലാസ്സിലെത്തി ഹലുവയെല്ലാം കട്ട് ചെയ്തു, എല്ലാവരും ഷെയർ ചെയ്തു, കഴിച്ചു. ഇതൊക്കെ നല്ല രസമായിരുന്നു, ഓരോരോ കുഞ്ഞു കുഞ്ഞു മെമ്മറി. ഇനിയിപ്പം എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇവൻ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിലെ ബെസ്റ്റ് എൻ്റർടൈനർ ആയിരുന്നു. കാരണം ഭയങ്കര സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഫെയർവെല്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പിള്ളേർ ഞങ്ങൾക്ക് നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ തന്നിരുന്നത്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മോർ അടിപൊളിയായിരുന്നു. പിന്നെ ഇവന് ചെറിയ മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ മിസ്സുമാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ വന്ന ടൈമിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കൽ, കാരണം ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കലോ എന്ന് കുറേ ഫോട്ടോ പറക്കലോ ഇതൊക്കെ തന്നെയായിരുന്നു പണി. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് അതൊക്കെ അവിടുന്ന് കണ്ട് അതൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് 3 പേര് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. ഞങ്ങളാണ് സത്യം പറഞ്ഞാൽ ഒന്നും അവർക്ക് കൊടുത്തില്ല, പക്ഷേ അവർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ആ ഗിഫ്റ്റ്. ഇത് ഞങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ അഷ്യ മിസ് തന്ന ഗിഫ്റ്റ് ആയിരുന്നു. എല്ലാവരും ഫോട്ടോ വെച്ചിട്ടില്ലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇങ്ങനൊരു ഗിഫ്റ്റോ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞില്ല. ഇത് ഞങ്ങളുടെ HOD തന്നിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. ആദ്യത്തത് അഷിയ മിസ്, രണ്ടാമത്തത് ഫലീല മിസ്, മൂന്നാമത്തത് ഹസീന മിസ്. ഇതിൽ അഷിയ മിസ്സും ഹസീന മിസ്സും ഇവിടുന്ന് പോവുകയാണ്. ഫലീല മിസ് മാത്രമേ ഇവിടുന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ HODൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആൾക്ക് സർപ്രൈസ് കൊടുത്തു, ആൾ കരഞ്ഞു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഭയങ്കര ഇമോഷണൽ ആവൽ. പക്ഷെ ഞങ്ങൾക്കും അപ്പോഴും ഞങ്ങൾക്ക് സങ്കടമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പിലിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് മിസ്സിങ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല കേട്ടോ, ഇനി ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സങ്കടം വരുമെന്നൊന്നും അറിയില്ല. എന്തായാലും അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയൊരു ഒത്തുകൂടൽ ഉണ്ടാവില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓരോരുത്തർ കൂടുമ്പോഴും ഓരോരോ ആൾക്കാർ മിസ്സിങ് ആയിരിക്കും. ഇത് മിസ് ചിരിക്കുകയും ചെയ്യണം, കരയുകയും ചെയ്യണം. എന്താല്ലേ ഓരോരോ അവസ്ഥകൾ. ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ചീത്ത അനുഭവങ്ങളും ഒക്കെ തന്നൊരു സ്ഥലമാണ്. എന്തായാലും ഇതൊക്കെ ഞാൻ മിസ് ചെയ്യും ഇനി ഒരുപാട്. പിന്നെ
ഞങ്ങൾക്ക് നല്ലൊരു ഫെയർവെൽ തന്ന ഞങ്ങളുടെ ജൂനിയേഴ്സിനോട് നല്ലൊരു താങ്ക്സ് ഞാൻ പറയുകയാണ് ഇവിടെ. എന്തായാലും എല്ലാവരോടും ഒരു ലാസ്റ്റ് ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയുള്ള ഗൈസ്, ബൈ.